ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളി അവൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്. മട്ട റൈസിൻ്റെ അവലാണ്. പിന്നെ എനിക്ക് മധുരം അല്പം കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി അതിനെ ഉരുക്കിയെടുക്കണം. അതിനകത്ത് വേറെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫുള്ളായിട്ട് ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്തതിന് ശേഷം അതിനകത്തുള്ള ഈ വേസ്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളിയിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അവൽ മാറ്റി വെച്ചിരിക്കുന്ന അവലെടുക്കുക. അവലെടുത്ത് നന്നായി ഒന്ന് വഴറ്റി മൊരിച്ചെടുക്കുക. ഒരുപാട് ഓവറായിട്ട് മൊരിച്ചെടുക്കാൻ പാടില്ല. അത്യാവശ്യം നമ്മൾ വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഒരു പാകം. നന്നായിട്ട് മൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ആ നെയ്യിൽ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ വഴറ്റി വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാണ്ട് ഇതൊന്ന് ആ ശർക്കര പാനിയിൽ നമുക്ക് ഈ അവലൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ നല്ല രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റും തോറും അതിൻ്റെ ആ ക്രിസ്പി ഇതൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ശർക്കര പാനിയിൽ കുതിർന്ന് ലയിച്ച് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെന്ത് കുഴഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരണ്ടി അതിൽ തന്നെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണ്. ആ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. എന്നാലേ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ വണ്ണം കിട്ടത്തുള്ളൂ. വഴറ്റുമ്പോൾ ഈ തേങ്ങാപ്പാൽ ശർക്കരയിലും നമ്മുടെ അവലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകി നല്ലൊരു രീതിക്ക് വരും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒന്നാം പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒന്നാം പാലെന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ നമ്മൾ തിരികെ എടുത്തിട്ട് അതിൽ വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ തന്നെ നന്നായിട്ട് നുറുക്കി പിഴിഞ്ഞെടുത്ത പാലാണ് ഒന്നാം പാലെന്ന് പറയുന്നത്. അപ്പോൾ ആ പാൽ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നമ്മുടെ ശർക്കരയും അവലും ബാക്കിയുള്ള കൂട്ടെല്ലാം കൂടി ചേർന്ന് നല്ല പാകത്തിന് വരണം. അതുവരെ നമ്മൾ ഇടവിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇളക്കി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം ആവശ്യമുണ്ടെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങാക്കൊത്ത് നമ്മൾ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്ത് തേങ്ങാക്കൊത്ത് കൂടി ഇതിൽ ചേർക്കുക. വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് നമ്മൾ ആവശ്യം നെയ്യിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നെയ്യുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.